ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് നൽകി തരുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെയൊക്കെ ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ രക്ഷകനായ ദൈവത്തിന്, വീണ്ടെടുപ്പുകാരന് ആയിരം സ്തുതിയും സ്തോത്രവും നന്ദിയും ഒക്കെ അർപ്പിച്ചുകൊണ്ട് നാം ചില മിനിറ്റുകൾ വചനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ഈ വാക്യം പറഞ്ഞിരിക്കുന്നത് ഹന്ന എന്ന് പറയുന്ന ഒരു മാന്യ സ്ത്രീയെക്കുറിച്ചാണ്. അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. നമ്മുടെ അനുദിന ജീവിതയാത്രകളിൽ നാം കണ്ടെത്തുന്ന പലരും ഒരുപാട് വേദനകളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ജീവിക്കുന്നവരാണ്. ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഓരോ വ്യക്തികളും അവരുടേതായ പ്രശ്നങ്ങളിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നവരാണ്. ചിലരൊക്കെ അവരുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ കഴിയാതെ പോകുമ്പോൾ ആത്മഹത്യ എന്ന് പറയുന്ന വഴി തിരഞ്ഞെടുക്കുകയാണ്. ചിലർ നിരാശയുടെ പടുകുഴിയിൽ വീണിട്ട് മാനസിക സംഘർഷത്തിന് അടിമപ്പെട്ട് അത്തരത്തിൽ മരുന്നുകൾ പോലും കഴിച്ച് മാനസിക രോഗവിദഗ്ധരുടെയൊക്കെ ചികിത്സകൾ തേടി ദീർഘദിവസങ്ങൾ ഉറങ്ങുവാൻ കഴിയാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓരോ മനുഷ്യരും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള മാതൃകകൾ, വഴികൾ വളരെ വ്യക്തമായി നമ്മുടെ മുൻപിലേക്ക് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകി തരുന്നുണ്ട്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ നേരിട്ട വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്ത വ്യക്തിയാണ് ഹന്ന. ഹന്നയുടെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധി എന്താണ്? എങ്ങനെയാണ് ഹന്ന അതിനെ തരണം ചെയ്തത്? നമ്മുടെ നിത്യജീവിതത്തിലും നാം നേരിടുന്ന പ്രതിസന്ധികളിലും കഷ്ടങ്ങളുടെയും മുൻപിൽ തളർന്നു പോകാതെ ദൈവോദ്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഇന്ന് ഈ സന്ദേശം നമുക്ക് അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചരിത്രത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഞാൻ വളരെ വേഗത്തിൽ ആ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഹന്നയുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഹന്ന എന്ന് പറയുന്ന വ്യക്തി, അവൾ എൽക്കാന എന്ന് പറയുന്ന നന്നായി ഒരു കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയായിരുന്നു. പക്ഷെ അവളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൾ മച്ചിയായിരുന്നു. ആ വിശുദ്ധ തിരുവെഴുത്തിലൂടെ 1 ശമൂവേലിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ വായിച്ചു പോകുന്ന വായനക്കാരന് ആ ഭാഗങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന അറിവ് എന്ന് പറയുന്നത് അനേക വർഷങ്ങൾ ഹന്നയുടെ ജീവിതത്തിൽ ഹന്നയ്ക്ക് തലമുറകളില്ലായിരുന്നു. ഹന്നയെ വളരെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അവൾക്കുണ്ടായിരുന്നു. നന്നായി ജീവിച്ചിരുന്ന ജീവിത സാഹചര്യത്തിലാണ് അവൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ മാന്യ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു വലിയ വേദനയുണ്ടായിരുന്നു. ആ വേദന മറ്റൊന്നുമല്ല, തനിക്ക് ഒരു തലമുറയില്ല എന്നുള്ള വേദനയാണ്. നാം ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു, അതുകൊണ്ട് അവളുടെ പ്രതിയോഗി അവളെ മുഷിപ്പിച്ചിരുന്നു. വ്യത്യസ്തമായ ഒരു ചിന്തയല്ലേ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്നത്? അവൾക്ക് തലമുറകൾ ഉണ്ടാകാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അവിടെ പറയുന്നത് ദൈവം അവളുടെ ഗർഭത്തെ അടച്ചിരുന്നു. ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ചിലരൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിശാചാണ് ഹന്നയുടെ ഉദരത്തെ അടച്ചു കളഞ്ഞത്. ഒരിക്കലുമല്ല. വചനം വ്യക്തമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യഹോവ അവളുടെ ഗർഭത്തെ അടച്ചു കളഞ്ഞിരുന്നു. അടച്ചു കളഞ്ഞതുകൊണ്ട് അവളുടെ പ്രതിയോഗി അവളെ മുഷിപ്പിച്ചിരുന്നു. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒന്നും കുറവില്ലാത്തൊരു കുടുംബത്തിലാണ് അവൾ ജനിച്ചു വളർത്തപ്പെട്ടത്, അവൾ ജീവിച്ചു പോന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം എല്ലാ വർഷവും ശീലോവിലേക്ക് പോയി, യഹോവയുടെ ആലയത്തിലേക്ക് പോയി ആരാധനയും പ്രാർത്ഥനയും ഒക്കെ മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടു പോന്നിരുന്ന ഒരു അനുഗ്രഹീത കുടുംബമാണ് ഹന്നയുടെ കുടുംബം. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും അവളുടെ ജീവിതത്തിൽ ദൈവം അവളുടെ ഉദരത്തെ അടച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ മനോവ്യസനത്തിലും സങ്കടത്തിലുമാണ് ഓരോ ദിവസവും അവൾ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ അവളുടെ വേദന അവൾക്ക് താങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയി.
ഹന്നയുടെ ഭർത്താവ് ഹന്നയോട് ചോദിക്കുന്നുണ്ട്, ഹന്നെ നീ എന്തിന് പട്ടിണി കിടക്കുന്നു? നമ്മൾ ചിലപ്പോഴും അങ്ങനെയൊക്കെയാണല്ലോ. ഒരുപാട് വേദനകളും പ്രയാസങ്ങളും നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമ്മൾ പട്ടിണി കിടക്കും. എന്നാൽ വേദനയും പ്രയാസവും ഉള്ളപ്പോൾ നന്നായി ആഹാരം കഴിക്കുന്ന, ചിക്കൻ ബിരിയാണി കഴിക്കുന്നവരെ എനിക്കറിയാം. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ വേദനയുടെ മുൻപിൽ അവർ ഭക്ഷണം പോലും കഴിക്കാത്തവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ വേദനകളുടെയും നിങ്ങളുടെ സങ്കടങ്ങളുടെയും നമ്മളുടെ ചോദ്യങ്ങളുടെയും മുൻപിൽ പട്ടിണി കടന്ന് ഞാൻ മരിച്ചോട്ടെ എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല. ജീവിതം അവസാനിപ്പിച്ചതുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുകയില്ല. നോക്കുക, ഇവിടെ എന്താണ് സംഭവിച്ചത്? പിന്നീടുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, യഹോവയുടെ ആലയത്തിലേക്ക് പോകുമ്പോൾ അവൾ മനോവ്യസനത്തോടെ വളരെ കരഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. ശിലോവിൽ എല്ലാ വർഷവും അവർ ആരാധനയ്ക്കായി പോകുന്നവരാണ്. തൻ്റെ കുടുംബത്തോട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം, എനിക്ക് തോന്നുന്നു ഭക്ഷണം കഴിച്ച് എല്ലാവരും അവരുടെ വഴിക്ക് പോയി സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവൾ ഒറ്റയ്ക്ക് യഹോവയുടെ ആലയത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് കണ്ണുനീരും അവളുടെ വേദനയുമായി അവൾ നടന്നു കയറുകയാണ്. നമ്മുടെ വേദനകളും ഇന്നത്തെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം പ്രാർത്ഥനകളാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളും വേദനകളും ചോദ്യം ചെയ്യലുകളും എല്ലാം നാളെ മറുപടിയായി വെളിപ്പെട്ടു വരുമെന്ന് ഞാൻ ഈ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പറയട്ടെ. അവൾ ചെയ്തത് എന്താണ്? പട്ടിണി കിടന്നതുകൊണ്ട് അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല. അവൾക്ക് ആരോടും പരിഭവമില്ല. ചിലർ അവരുടെ വേദനകളുടെ മുമ്പിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള പരിഭവം പറയും. അവർ കാരണമാണ് എനിക്കിതെല്ലാം സംഭവിച്ചത്, എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു. അങ്ങനെയൊന്നും മറ്റുള്ളവരുടെ തലയിൽ ഇതൊന്നും കെട്ടിവെച്ചിട്ട് കാര്യമില്ല. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. അവളുടെ മനോവേദനയും അവളുടെ സങ്കടവും അവൾ പ്രാർത്ഥനയാക്കി തീർക്കുകയാണ്. കൂടെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, നിങ്ങളെ കൈപിടിക്കാൻ, നിങ്ങളെ വളർത്താൻ, നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ധാരണ ജീവിതത്തിൽ ഒരുപക്ഷെ തെറ്റാണ്. കാരണം നമ്മെ സഹായിക്കാൻ ഒരു മാനുഷികമായ കരങ്ങളും വെളിപ്പെട്ട് വന്നില്ല എങ്കിലും ഒരു ദൈവഭക്തന്റെ സഹായത്തിനായി മുഴു സ്വർഗവും തയ്യാറായി നിൽക്കുകയാണ്. നാം ഒരു ചുവട് വയ്ക്കുവാനായിട്ട് ദൈവം നോക്കി കാത്തിരിക്കുകയാണ്. എൻ്റെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അനേക വർഷങ്ങളായി ഒരുപക്ഷെങ്കിൽ നിങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിലും നിങ്ങളുടെ കണ്ണുനീരിനെയും നിങ്ങളുടെ വേദനയെയും നിങ്ങൾ പ്രാർത്ഥനകളാക്കി നിങ്ങൾക്ക് മാറ്റുവാൻ കഴിഞ്ഞാൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുവാൻ നമുക്കിടയായി തീരും. വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്നു. മനോവ്യസനത്തോടെയും കണ്ണുനീരോടെയും അവൾ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അവളുടെ പ്രാർത്ഥനയെ അംഗീകരിക്കാത്ത ഒരു പുരോഹിതൻ അവിടെ ഉണ്ട്. ആ പുരോഹിതന് തോന്നിയത് ഇവൾ മദ്യപിച്ചിട്ടിരിക്കുകയാണെന്നാണ്. കാരണം അവളുടെ ചുണ്ട് മാത്രം അനങ്ങുന്നു. ശരീരഭാഷ ഒരു പക്ഷേ വീഞ്ഞു കുടിച്ചിരിക്കുന്നവളെ പോലെ അവിടെ പ്രകടമായിരിക്കാം. പക്ഷെ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് സംസാരിക്കുകയാണ്, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. നോക്കുക, അവളുടെ പ്രശ്നത്തിൻ്റെ അകത്ത് അവളെടുത്ത തീരുമാനം ആ പ്രശ്നത്തെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഈ ഹന്നയുടെ പ്രാർത്ഥനയിൽ ഹന്നയ്ക്ക് മറുപടി കിട്ടാനുണ്ടായ വഴികളെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു. രണ്ട്, വളരെ കരഞ്ഞു. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരട്ടെ. ആ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ ഒരു വലിയ തീരുമാനത്തോടെയാണ് പ്രാർത്ഥിച്ചത്. എന്താണ് ആ തീരുമാനം? യഹോവേ, നീ എനിക്ക് ഒരു തലമുറയെ തന്നാൽ ആ തലമുറയെ ഞാൻ അങ്ങേക്ക് തിരികെ നൽകിക്കൊള്ളാം. പിൽക്കാല ചരിത്രം വായിക്കുമ്പോൾ ശമൂവേൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ന്യായാധിപനും പ്രവാചകനുമായ ശക്തനായ ഒരു ശുശ്രൂഷകനായ മനുഷ്യൻ ഹന്നയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന സന്തതിയാണ്. നോക്കുക, പ്രാർത്ഥനയിൽ ഒരു തീരുമാനത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം എൻ്റെ വിഷയത്തിന് മറുപടി തന്നാൽ ഞാൻ തിരിച്ച് ഇതിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരാം. പല സമയത്തും നമ്മളുടെ പ്രാർത്ഥനകൾ കിട്ടട്ടെ, തരട്ടെ, ദൈവം തരട്ടെ എന്നുള്ളതാണ്. പക്ഷേ ചില തീരുമാനങ്ങളോടുകൂടെ നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ദൈവമേ നീ എനിക്ക് ആരോഗ്യം തന്നാൽ, ദൈവമേ നീ എനിക്ക് സന്തതിയെ തന്നാൽ, നീ എനിക്ക് നന്മ തന്നാൽ
ഞാൻ നിനക്ക് പ്രയോജനപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനത്തോടെ എത്ര പേർ പ്രാർത്ഥിക്കും? അവളുടെ ആ തീരുമാനത്തിനായിട്ട് തന്നെയായിരുന്നു ദൈവം വെയിറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്നത്തെ പുരോഹിതന്മാരായ ഏലിയും തൻ്റെ പുത്രന്മാരായ രണ്ടുപേർ അനുസരണം കെട്ട് ദൈവക്രോധം ശിരസിൽ വഹിച്ച ഒഫ്നിയും ഫിനേഹാസും എന്ന് പറയുന്ന അനുസരണം കെട്ട രണ്ട് പുരോഹിത സന്തതികളെ ശുശ്രൂഷാസ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുവാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ തൽസ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ ദൈവത്തിന് ആവശ്യമായിരുന്നു. അത് ദൈവം കണ്ടത് ഈ മച്ചിയായ ഹന്നയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്ന സന്തതിയായിരുന്നു. നോക്കുക, എത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ പ്ലാൻ. ദൈവത്തിൻ്റെ പ്ലാനിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചപ്പോൾ നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് അടുത്ത ആണ്ടിൽ അവൾ മറുപടിയുമായി വന്നു. പിന്നീടുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഒന്നിലധികം സന്തതികളെയാണ് ദൈവം ഹന്നയ്ക്ക് കൊടുത്തത്. 3 പുത്രന്മാരും 2 പുത്രിമാരും ദൈവം ഹന്നയ്ക്കായിട്ട് നൽകി കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് ദൈവം തന്നതിനെ നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അധികമായി നമുക്ക് തന്ന് നമ്മളെ വഴി നടത്താൻ ദൈവം വിശ്വസ്തനാണ്. അത് പണമാകട്ടെ, ആരോഗ്യമാകട്ടെ, ദൈവം തരുന്ന തലമുറകളെ ആകട്ടെ, ദൈവം നൽകി തരുന്ന ഏത് നന്മയുമാകട്ടെ, അത് ദൈവനാമ മഹത്വത്തിനായിട്ട് കൊടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ 10 മടങ്ങ് വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നാം മനോവ്യസനത്തിലായിരിക്കാം, അനേക വർഷങ്ങളായി തകർന്ന ഹൃദയത്തോടെ ജീവിക്കുന്നവരായിരിക്കാം, പട്ടിണി കിടന്ന് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് തീരുന്നതല്ല പല പ്രശ്നങ്ങളും. ദൈവസന്നിധിയിലേക്ക് ആ പ്രശ്നം കൊണ്ടുചെല്ലുവാൻ തയ്യാറായാൽ നിങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം നൽകി തരാൻ ദൈവം ശക്തനാണ് എന്നുള്ള വചന സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. ഗത്സമനയിലെ യേശുവിൻ്റെ പ്രാർത്ഥന, ലൂക്കോസിന്റെ സുവിശേഷം ഏറ്റവും ഒടുവിലത്തെ ഭാഗങ്ങളിൽ ഗത്സമനയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, യേശു പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പലപ്പോഴും പല പ്രാർത്ഥനകളും വളരെ ഗൗരവമില്ലാതെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകണമെങ്കിൽ ഹന്ന പ്രാർത്ഥിച്ചത് മനോവ്യസനം, കണ്ണുനീര്, പ്രാർത്ഥന. യേശുവിൻ്റെ ഗത്സമനയിലെ പ്രാർത്ഥന അതിശ്രദ്ധയോടെ, പ്രാണവേദനയോടെ, പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുള്ള പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ മാറട്ടെ. കണ്ണുനീരും വേദനകളുമെല്ലാം പ്രാർത്ഥനകളായി മാറുമ്പോൾ ഈ പ്രാർത്ഥന ഉയരത്തിലേക്ക് പോവുകയും മറുപടി സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകളെയും കണ്ണുനീരുകളെയും ഹൃദയനുറുക്കങ്ങളെയും മറുപടി അതേ പ്രാർത്ഥനകളാക്കി മാറ്റി നമ്മുടെ നഷ്ടങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും അതേ ദൈവോദ്ദേശത്തിലേക്ക് തിരിച്ച് നടന്നു കയറുവാനുള്ള വഴികളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെയുള്ള സന്ദേശങ്ങൾ നമുക്ക് കർത്താവ് നൽകി നമ്മളെ ബലപ്പെടുത്തുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു.